മലയാള സിനിമയിലെ ഏറ്റവും ചെലവേറിയതും ഉയർന്ന സാങ്കേതിക വിദ്യയിൽ ഉൽപ്പാദിപ്പിച്ചതും പാൻ ഇന്ത്യൻ ലെവൽ മേക്കിങ്ങിൽ ഉരുത്തിരിഞ്ഞതും എന്നൊക്കെയുള്ള ഡെക്കറേഷൻ ഹൈപ്പിലെത്തിയ എമ്പുരാൻ എന്ന സിനിമ ഇപ്പോൾ കോടികൾ വാരിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് ചാർട്ടിലേക്ക് നീങ്ങുകയാണെന്നാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മോഹൻലാൽ ആരാധന മൂത്ത് നടക്കുന്നവരെയല്ലാതെ ഒരു പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ പോകുന്ന സംഗതികളൊന്നും എമ്പുരാനിലില്ലെന്നുള്ളതാണ് സിനിമയെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ വിലയിരുത്തലുകൾ. എന്നാൽ സിനിമയിലുള്ള രാജ്യവിരുദ്ധ അജണ്ടകളും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരായ ഒളിയമ്പുകളും ദിവസേന കൂടുതൽ വിവാദമാകുകയും ഒരു വിഭാഗം പ്രേക്ഷകരെ സുഖിപ്പിക്കാനായി മറ്റൊരു പ്രബല വിഭാഗത്തെ പ്രതിരോധത്തിലാക്കുന്നത് സിനിമയ്ക്കോ തനിക്കോ ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവ് എമ്പുരാനിലെ നായകനായ മോഹൻലാൽ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുകയും സിനിമയിലെ വിവാദ രംഗങ്ങൾ റീ എഡിറ്റ് ചെയ്ത് കളയാൻ സന്നദ്ധനാകുകയും ചെയ്തു. കഴിഞ്ഞ ഏതോ ഒരു പാതിരാത്രിയിൽ ഈ സമയത്ത് പിശാചിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകനായ പൃഥ്വിരാജ് എമ്പുരാൻ്റെ ട്രെയിലർ പുറത്തുവിട്ടപ്പോൾ മുതൽ ആ സിനിമയുടെ ടൈറ്റിലടക്കം അതിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും പരിശുദ്ധ ബൈബിളിനെയും വിശുദ്ധ കുരിശടക്കമുള്ള ക്രൈസ്തവിക ചിഹ്നങ്ങളെയും ക്രിസ്തീയ സമൂഹത്തെ ആകമാനവും ഇകഴ്ത്തുകയും തരം താഴ്ത്തുകയും ചെയ്യുന്നതാണെന്നും ക്രൈസ്തവരെ വേദനിപ്പിക്കുന്ന രംഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ക്രൈസ്തവ സമൂഹം പ്രതികരിച്ചിട്ടും അത് ഉൾക്കൊള്ളുവാനോ അവരുടെ വികാരങ്ങളെ പരിഗണിച്ച് അത്തരം രംഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കാനോ അവർക്കും കൂടി പ്രിയങ്കരനായ മോഹൻലാലോ ഗോകുലം ഗോപാലനോ ആന്റണി പെരുമ്പാവൂരോ തയ്യാറായില്ല എന്നത് ക്രൈസ്തവ സമൂഹത്തിൽ കടുത്ത അമർഷവും വേദനയുമായി തീർന്നിരിക്കുകയാണിപ്പോൾ. ആരെയും വേദനിപ്പിക്കാതെ ഒരു കലാപത്തിലും ഏർപ്പെടാതെ ഇന്ത്യയുടെ നിയമങ്ങൾക്കനുസൃതമായി ജീവിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തമ പൗരബോധത്തോടെ നീങ്ങുന്ന ക്രൈസ്തവരുടെ വികാരങ്ങൾക്കും ആശങ്കകൾക്കും സംഘപരിവാറിനും മറ്റ് ഹൈന്ദവ സംഘടനകൾക്കും മോഹൻലാലും സംഘവും കൊടുത്തതിൻ്റെ പകുതി വിലയെങ്കിലും കൊടുക്കേണ്ടതല്ലേ ലാലേട്ട എന്നാണ് ക്രൈസ്തവ സമൂഹത്തിനിപ്പോൾ മോഹൻലാലിനോട് ചോദിക്കാനുള്ളത്. സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജിൽ നിന്നോ തിരക്കഥാകൃത്ത് മുരളി ഗോപിയിൽ നിന്നോ ക്രൈസ്തവ സമൂഹം ഒന്നും പ്രതീക്ഷിക്കാത്തതിനാൽ കടുത്ത ക്രിസ്തു അവഹേളനത്തിൻ്റെ പേരിൽ അവരോട് ക്രൈസ്തവ സമൂഹത്തിന് ഒന്നും പറയാനില്ല. ഇല്ലുമിനാറ്റിക്കും സാത്താൻ സേവക്കാർക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിനും വേണ്ടി മാത്രം കലയെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ദുർവിനിയോഗം ചെയ്യുന്ന അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെ അവഗണിക്കുകയാണ്. പക്ഷേ അതല്ല മോഹൻലാൽ എന്ന വ്യക്തിയുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ്. അതിനാൽ ക്രിസ്തുവിനും ക്രൈസ്തവ വിശ്വാസത്തിനുമെതിരെ എമ്പുരാനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങളെക്കുറിച്ച് വീണ്ടും ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന് മുകളിൽ കയറുവാൻ തുനിഞ്ഞ ലൂസിഫറിനെ ദൈവം വീഴ്ത്തി ഭൂമിയിലേക്കിട്ടു എന്നതാണ് പരിശുദ്ധ ബൈബിൾ ഭാഷ്യം. പിശാചായി മാറിയ ആ ലൂസിഫറിനെ ടൈറ്റിലിൽ അവതരിപ്പിച്ചു തുടങ്ങിയ സിനിമയിൽ ബൈബിൾ വിരുദ്ധമായ ചിഹ്നങ്ങളും പിശാചിൻ്റെ സംഖ്യയായ 666 ബൈബിൾ വാക്യങ്ങളെ മാറ്റി തസ്ഥാനത്ത് സാത്താന്യ ആരാധകരെ പോലെ പിശാചിൻ്റെയും ലൂസിഫറിൻ്റെയും പേരുകൾ തിരികെ വെച്ചുകൊണ്ട് നടത്തിയത് കടുത്ത ബൈബിൾ വിരുദ്ധത തന്നെയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിൽ പ്രേക്ഷകരെ കൊണ്ട് അന്ധകാരത്തിൻ്റെ അധിപതിക്ക് സ്തുതി പാടിക്കേണ്ടതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. എമ്പുരാനെ എന്നാരംഭിക്കുന്ന പാട്ടിൻ്റെ വരികളിൽ പിശാചെ വീണുപോയ ദൂതനെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തിരക്കഥാകൃത്തായ മുരളി ഗോപി എഴുതിയ വരികൾ ലോകമെങ്ങുമുള്ള സിനിമാ പ്രേക്ഷകരെ കൊണ്ട് പാടിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കപ്പെട്ടത് പിശാചിൻ്റെ അജണ്ടകൾ ആയിരുന്നില്ലേ? ക്രൈസ്തവ ഭവനങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ എന്ന് പറയുന്നതിൻ്റെ വ്യംഗ്യാക്ഷേപമായി തന്നെയാണ് നീളൻ കുരിശ് തലകീഴായിട്ട് പിശാചിനെ വാഴ്ത്താനും ക്രിസ്തുവിനെ ഇകഴ്ത്താനുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ എമ്പുരാൻ പൈശാചിക അജണ്ടകൾ. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവരും മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചവനെന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവപുത്രൻ പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയത് കടുത്ത ക്രിസ്തു നിന്ദയാണ്. തകർന്നു വീണ പള്ളിയുടെ മുമ്പിൽ നിന്ന് പുരോഹിതനോട് ദൈവപുത്രൻ പാപം ചെയ്തുകൊണ്ടാണ് എന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്ന് ലൂസിഫർ പറഞ്ഞതിലൂടെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ പ്രാധാന്യത്തെയാണ് തള്ളിപ്പറയുന്നത്. ദൈവപുത്രനെ ഒതുക്കാൻ ദൈവം സാത്താനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവത്തെയും ദൈവപുത്രനെയും
നികൃഷ്ടമായി അവഹേളിച്ചതും ദൈവാലയം തകർക്കുകയും കുരിശ് തലകുത്തി വീണ് ഒടിഞ്ഞ് ചിതറുകയും ചെയ്യുന്നതും ക്രൈസ്തവ മനസ്സുകളിൽ ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊന്നും മോഹൻലാലും നിർമ്മാതാക്കളും മറന്നു പോകരുത്. ഇത്തരത്തിലുള്ള ഒരു ഡീമോണിക് പ്രൊപ്പഗാൻഡ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മോഹൻലാൽ തൻ്റെ ഇമേജ് ഉണ്ടാക്കിയ കോട്ടത്തേക്കാൾ വലുതാണ് ഇക്കാലം അത്രയും മോഹൻലാലിനെ പിന്തുണച്ച പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് എമ്പുരാൻ മൂലം ഉണ്ടായ മുറിവ്. തീവ്രവാദികളുടെ നേതാവായി തോക്കുമേന്തി വന്ന് ഫയർ ചെയ്തത് വഴിയോ പിശാചിനെ വാഴ്ത്തിപ്പാടിയോ അല്ല മോഹൻലാൽ മലയാളികളുടെ പ്രിയതാരമായി മാറിയത് എന്ന് ലാൽ മറക്കരുത്. മറിച്ച് നന്മയും സ്നേഹവുമൊക്കെ നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ സാധാരണക്കാരൻ്റെ നൊമ്പരങ്ങളെ അഭ്രപാളയിൽ അവതരിപ്പിച്ചതിലൂടെയാണ്. അതിനാൽ ഇനിയെങ്കിലും എമ്പുരാനിലെ ക്രിസ്തു അവഹേളന രംഗങ്ങളുടെ കാര്യത്തിൽ മോഹൻലാൽ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആ പ്രതീക്ഷയിലാണ് ഇക്കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതും.